ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്ലവർ എഗ് സ്നാക്കാണ് കേട്ടോ. ഒരു സ്പെഷ്യൽ ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ മൈദ മാവ് ചേർത്ത് കൊടുക്കാം. കൂടെ പിന്നെ ഇതിൻ്റെയോടൊപ്പം വേണ്ടതാണ് 1 ടീസ്പൂൺ നിറയെ തന്നെ ചില്ലി ഫ്ലേക്സും കൂടി അതും കൂടി ചേർക്കുകയാണ്. ഇനി വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ അയമോദകം കൂടിയാണ്. നമ്മൾ ഈ മുറുക്കിലൊക്കെ ചേർക്കില്ല അയമോദകം, അത് തന്നെയാണ്. ഒന്ന് കൈവച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് വേണം കേട്ടോ അയമോദകം ചേർക്കാനായിട്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ സൺഫ്ലവർ ഓയിലും ചേർക്കാവുന്നതാണ്. വെളിച്ചെണ്ണ ചേർക്കരുത് കേട്ടോ. കൂടെ ഒരു 2 പിഞ്ച് അളവിൽ ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാ മാവും കൂടി നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ഈ നെയ്യും അതുപോലെ തന്നെ മസാലയൊക്കെ മാവിലേക്ക് പിടിക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മാത്രം വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ മാവ് നമ്മൾ കുഴച്ചെടുക്കില്ലേ, അതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ട് നമ്മുടെ ഈ മാവ് ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മാവ് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു ഫില്ലിംഗ് കൂടി ഒന്ന് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി വേണ്ടത് ഒരു ബൗളിലേക്ക് നമുക്ക് അത്യാവശ്യം വലിയ ഉരുളക്കിഴങ്ങിൽ ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ടിനെ ഒന്ന് വേവിച്ചെടുത്ത് ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. ആ ഒരു ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. തീരെ ചെറിയ ഉരുളക്കിഴങ്ങാണെന്നുണ്ടെങ്കിൽ മാത്രം 2 ഉരുളക്കിഴങ്ങ് നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഒന്നേ എടുത്തിട്ടുള്ളൂ. ഇതിനോടൊപ്പം വേണ്ടതാണ് 2 മുട്ട നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് ഒരു ഗ്രേറ്ററിൽ വെച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. കൂടുതൽ മുട്ടയുടെ ആവശ്യമില്ല, ഈ ഒരു അളവിൽ മാത്രം മതിയാവും. നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് തന്നെ എടുക്കണം. കൈവച്ച് ഉടച്ച് എടുക്കാൻ വേണ്ടി നിൽക്കരുത്, എങ്കിൽ പിന്നെ ഇതുപോലെ നമുക്ക് ഇങ്ങനെ തരിതരിയായിട്ട് കിട്ടില്ല കേട്ടോ. കൂടെ വേണ്ടത് ഒരു പകുതി സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്, അതും കൂടി. ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടെ ഇനി വേണ്ടത് കുറച്ച് മസാലകളാണ്. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുകയാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഒരല്പം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. കൂടെ തന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ്. 2 ടേബിൾ സ്പൂൺ നിറയെ തന്നെ നമുക്കിതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഫില്ലിങ്ങിനും ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഉപ്പും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. വെള്ളം ഒന്നും ചേർക്കരുത്, നന്നായിട്ടിതൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുഴച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ കയ്യിൽ വെച്ചിട്ട് റോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബോൾ പോലെ നമുക്ക് ഒന്ന് ഉരുട്ടിയെടുക്കാനും പറ്റണം. അതുപോലെ വേണം നമ്മളൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇതുപോലെ കുട്ടി കുട്ടി ബോൾസ് ആക്കിയിട്ട് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കേണ്ടതായിട്ട് കൂടിയുണ്ട്. ഈ ഒരു വലുപ്പത്തിനുള്ള ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഞാൻ എല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ചെറിയൊരു ബോളൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് അളവിൽ മൈദ മാവ് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരല്പം മാത്രം വെള്ളം കൂടി, വേറെ ചേരുവകളൊന്നും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടില്ല. ഇനി കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരല്പം കൂടി വെള്ളം ചേർക്കുകയാണ്. ഈ ഒരു രീതിക്ക് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മളിതാ തയ്യാറാക്കി വെച്ചിരിക്കുന്നതിൽ നിന്നും ഇതുപോലെ ഓരോ ബോളായിട്ട് എടുത്തിട്ട് മൈദയുടെ മിക്സിലേക്കിട്ട് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്ത ശേഷം നമുക്ക് നേരെ തന്നെ ഇതൊന്ന് ബ്രെഡ് ക്രംസിലേക്കിട്ട് നന്നായിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ ബോൾസും നമുക്ക് ബ്രെഡ് ക്രംസിലേക്കിട്ടൊന്ന് റോൾ ചെയ്ത് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് കാരണം നമ്മളിപ്പോൾ എണ്ണയിലേക്കിട്ട് ഇത് പൊരിച്ചെടുക്കുമ്പോഴത്തേക്കും ഇത് എണ്ണയിലേക്ക് ഇത് പിരിഞ്ഞു പോകില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കോട്ടിങ് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും എല്ലാ ബോൾസും ഒന്ന് ബ്രെഡ് ക്രംസിലേക്ക് ഒന്ന് റോൾ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ കുറച്ചും കൂടി ഇതൊന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 പോർഷനായിട്ടൊന്ന് മാറ്റിയിട്ട് ഒരു ചപ്പാത്തി പലകയിട്ട് നന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാവുന്നതാണ്. ഇതുപോലെ ഈ ഒരു രീതിക്കാണ് കേട്ടോ ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുള്ളത്. ഇത്രയും കനത്തിനാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ചെറിയൊരു ബോൾ കൊണ്ട് നമുക്ക് ചെറിയ ചെറിയ വട്ടത്തിന് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ബാക്കി വന്ന മാവ് ഇനിയും ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു കത്തി കൊണ്ട് ഇതിൻ്റെ 4 സൈഡും ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. സെൻറ്ററിൽ ഇതുപോലെ ഒരു അല്പം ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് ഷേപ്പൊന്നും വേണമെന്നില്ല കേട്ടോ നമ്മൾ കട്ട് ചെയ്യുന്നതിനൊന്നും.
ഇനി വേണ്ടത് ഒരു ബ്രഷിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒന്ന് എടുത്തിട്ട് ഇതുപോലെ ആ ഒരു വെള്ളം നമ്മുടെ ഇതിന് മുകളിലേക്ക് ഒന്ന് പുരട്ടി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്നെങ്കിലും ഒന്ന് കയ്യിലേക്ക് എടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ആ പലകയിൽ വെച്ചിട്ട് തന്നെ ഇതിന് മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ബോളായിട്ട് എടുത്ത് വെച്ചിട്ട് ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ യോജിപ്പിച്ച് ഒന്ന് കൂട്ടിപ്പിടിച്ച് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ വെള്ളം പുരട്ടിയിരിക്കുന്നതിൻ്റെ പേരിൽ തന്നെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് സ്റ്റിക്കി ആയിട്ട് ഒട്ടിപ്പിടിച്ചിരുന്നോളും. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ എല്ലാ മാവും ഞാൻ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഒന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നല്ലൊരു ഫ്ലവറിൻ്റെ ഷേപ്പിനില്ലേ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേഗം തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഞാനിപ്പോൾ ഒരു പാനിലേക്ക് വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം എല്ലാ സമയത്തും നമുക്കൊന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ പുറം ഭാഗം മാത്രം നല്ലതുപോലെ ഹാർഡായി കിട്ടിയാൽ മതിയാവും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം ഒരുപാട് ഹൈയിൽ വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാരണം ഇതിൻ്റെ പുറം ഭാഗത്തുള്ള ഈ ഒരു മാവ് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മുരിഞ്ഞ് കിട്ടേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് ലൈറ്റായിട്ട് കളറ് മാറി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് പതുക്കെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. എപ്പോഴും എണ്ണ ഇതുപോലെ മുങ്ങി നിൽക്കുന്ന രീതിക്ക് ആകുമ്പോഴത്തേക്കും നല്ലതുപോലെ കംപ്ലീറ്റ് ഭാഗവും മുരിഞ്ഞിട്ടുണ്ടാകും കേട്ടോ. മറു സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. വീണ്ടും ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് ക്രിസ്പി ആയിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാവുന്നതാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ എന്തുമാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കായിരിക്കും ഇതെന്ന്. ഒട്ടും തന്നെ നമ്മുടെ മസാലയൊന്നും എണ്ണയിലേക്ക് പിരിഞ്ഞു പോകാതെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ നമ്മുടെ മുട്ട വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ വെച്ചും തയ്യാറാക്കാം, ബീഫ് വെച്ചിട്ടൊക്കെ നമുക്ക് എഗ്ഗിന് പകരം ചിക്കനും ബീഫും ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണം കേട്ടോ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.